TP വധക്കേസ് കുറ്റവാളികൾക്ക് ജയിലിൽ ലഹരി വിൽപ്പനയെന്ന് റിപ്പോർട്ട് പുറത്ത്. കൊടിസുനിയും കിർമാണി മനോജും ലഹരി വിൽപ്പനയുടെ കണ്ണികളെന്നും റിപ്പോർട്ട്. കൊടിസുനി ജയിലിൽ നിരന്തരം അച്ചടക്ക ലംഘനം കാട്ടിയെന്നും റിപ്പോർട്ട്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കൊടിസുനിയെ തവനൂർ ജയിലിലേക്ക് മാറ്റിയത്. മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, ഒരു ഭാഗത്ത് TP വധക്കേസ് പ്രതികളെ വിടുതൽ നടപടികളിലേക്ക് കടക്കാനുള്ള കൊണ്ടുപിടിച്ച ശ്രമം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ ഈ TP വധക്കേസ് കുറ്റവാളികൾ ജയിലിൽ ലഹരി വിൽപ്പന നടത്തുകയാണ്. യഥേഷ്ടം ഇവർക്ക് പെരുമാറാനുള്ള എല്ലാ സൗകര്യങ്ങളും ജയിലിൽ തന്നെ ഒരുക്കുന്ന ഒരു സർക്കാർ സംവിധാനം എന്ന് തന്നെയല്ലേ പറയേണ്ടിയിരിക്കുന്നത്? തീർച്ചയായും രോഹിണി, നമുക്കറിയാം ഏതാനും നാളുകൾക്ക് മുമ്പാണ് TP വധക്കേസിലെ പ്രധാന പ്രതികളിൽ ഒരാളായ കൊടിസുനിയെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് തവനൂർ ജയിലിലേക്ക് മാറ്റിയത്. ആ സമയത്ത് തന്നെ ഉയർന്ന പ്രധാനപ്പെട്ട വിവരമെന്ന് പറയുന്നത് കൊടിസുനിക്ക് ഇത്തരത്തിൽ കണ്ണൂർ സെൻട്രൽ ജയിലിനുള്ളിൽ കൊടിസുനിക്കും കിർമാണി മനോജിനും അതുപോലെ തന്നെ സഹതടവുകാരനായ ബ്രിട്ടോയ്ക്കും ചേർന്ന് ജയിലിനുള്ളിൽ ലഹരി വിൽപ്പനയുടെ പരിപാടിയാണ് എന്നൊരു റിപ്പോർട്ട് ജയിൽ അധികൃതർ തന്നെ നൽകിയിരുന്നു. ഈ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ കൊടിസുനിയെ ജയിൽ മാറ്റിയതെന്ന് അന്ന് തന്നെ വിവരങ്ങൾ പുറത്തു വന്നതാണ്. എന്നാൽ ഈ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ എന്താണ് എന്ന് അന്ന് പുറത്തു വന്നിരുന്നില്ല. ഇത്തരമൊരു നടപടി സ്വീകരിക്കുന്നുവെന്ന് മാത്രമാണ് റിപ്പോർട്ടിലുണ്ടായത്. ഇപ്പോൾ അതിന്റെ വിശദാംശങ്ങൾ കൂടിയാണ് പുറത്തു വന്നിരിക്കുന്നത്. കൊടിസുനിയും കിർമാണി മനോജും ലഹരി വിൽപ്പനയുടെ കണ്ണികളാണ് എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. കൊടിസുനി ജയിലിൽ നിരന്തരം അച്ചടക്ക ലംഘനം കാട്ടിയെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് കൊടിസുനിയെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് തവനൂർ ജയിലിലേക്ക് മാറ്റിയത്. മാത്രമല്ല, ഇതിൽ പറയുന്ന കുറച്ച് ഗുരുതരമായ കാര്യങ്ങളുണ്ട്. ഈ ലഹരി വിൽപ്പനയ്ക്കായി ജയിലിൽ മൊബൈൽ ഉപയോഗം ഇവർ കൊടിസുനി നടത്തിയിരുന്നു. ഇതിന്റെ രഹസ്യ വിവരങ്ങൾ ഉൾപ്പെടെ ജയിൽ അധികൃതർക്ക് കൃത്യമായി ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ കൊടിസുനി ജയിലിൽ ലഹരി ഉപയോഗിക്കുന്നതിനും കൈമാറ്റം നടത്തുന്നതിനും കണ്ണിയായി പ്രവർത്തിച്ചു വരുന്നതായി വിശ്വസനീയമായ വിവരങ്ങൾ ജയിൽ അധികൃതർക്ക് ലഭിച്ചു എന്ന കാര്യം കൂടി ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്.